യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ, ഈ ക്രിസ്മസ് സീസണിൽ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു വഴികാട്ടികളായ നക്ഷത്രങ്ങൾ. യേശു ജനിച്ച വാർത്ത അറിഞ്ഞുകൊണ്ട് രാജാക്കന്മാര് വിദൂരത്തിൽ നിന്നും യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആ ഒരു ചിത്രമാണ് മനസ്സിൽ വരുന്നത്. എങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച ആ രാജാക്കന്മാരെ ദൈവം വഴികാട്ടി, രാജസന്നിധിയിൽ വഴികാട്ടി ഉണ്ണി ജനിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ നക്ഷത്രങ്ങള് ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നക്ഷത്രം മാത്രം ലക്ഷ്യമാക്കി നക്ഷത്രത്തിൻ്റെ നിർദ്ദേശം പോലെ രാജാക്കന്മാർ കടന്നു വരുന്നുണ്ട്. എങ്കിൽ എപ്പോൾ ആ രാജാക്കന്മാര് നക്ഷത്രത്തിൽ നിന്നും കണ്ണുമാറ്റിയോ അപ്പോൾ തെറ്റുപറ്റുന്നുണ്ട്. അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു, അസ്വസ്ഥരാകുന്നു. എങ്കിൽ വീണ്ടും നക്ഷത്രത്തിലേക്ക് കണ്ണുകൾ നോക്കിയപ്പോൾ തെറ്റായ വഴിയിലൂടെ പോയ ആ മക്കളെ ദൈവം നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാ. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാം ക്ലിയറായി, കറക്റ്റായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എപ്പോൾ ദൈവവചനത്തിൽ നാം കണ്ണുകൾ മാറ്റുന്നോ അത് നമ്മെ തെറ്റിലേക്കും മറ്റു പലതിലും നയിക്കും. ഇവിടെ നാം തിരിച്ചറിയുന്നത്, ആ നക്ഷത്രത്തിലേക്ക് രാജാക്കന്മാരെ നോക്കി വീണ്ടും യാത്രയായപ്പോൾ അവരെ എത്തിച്ചു ദൈവസന്നിധിയിലേക്ക്. ഈ പ്രഭാതത്തിലെ ചെറിയ കാര്യമാണ് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യാത്ര, അത് നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. എപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും കണ്ണുകൾ മാറ്റുന്നു, അതെന്നെ മറ്റു പലതിലേക്ക് നയിക്കും. എങ്കിൽ ദൈവവചനം അനുസരിച്ച് മാത്രം ജീവിക്കുന്ന മക്കളായി മാറുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നക്ഷത്രമായി മാറണമെന്നാണ് ഈ പ്രഭാതത്തിൽ ദൈവം പങ്കുവയ്ക്കുന്ന ആശയം. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളായി മറ്റു മക്കൾക്ക് നമ്മൾ മാറുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്മസ് സീസണിൽ ഒരു നക്ഷത്രമായി മാറുവാൻ, ദൈവത്തിൻ്റെ നക്ഷത്രമായി മാറുവാൻ, അനേക മക്കൾക്ക് ദൈവത്തെ കൊടുക്കുന്ന, ദൈവത്തെ പങ്കുവയ്ക്കുന്ന, ദൈവത്തിലേക്ക് എത്തിക്കുന്ന നക്ഷത്രങ്ങളായി മാറുവാൻ ദൈവമേ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് കണ്ടുമുട്ടുന്ന മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെടുന്ന മക്കൾക്കും എല്ലാം ദൈവത്തെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ നക്ഷത്രമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.